ക്രിസ്തുവിൽ പ്രിയ സഹോദര സഹോദരികളെ, നമ്മുടെ നോൻപിൻ്റെ കാലങ്ങളിൽ, നമ്മുടെ ജീവിക്കുന്ന സമയങ്ങളിൽ ഇന്നത്തേക്ക് നമ്മുടെ ചിന്തകൾക്കൊക്കെ ഞാൻ എടുത്തിട്ടുള്ള സുവിശേഷ പകുതി ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം വചനങ്ങൾ 9 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ ഒരു ധ്യാനത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ പകുതി നമ്മൾ വായിക്കുന്ന സമയത്ത് ഇതിൽ 2 മനുഷ്യന്മാരെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. ദൈവം നീതിമാന്മാർ എന്ന് തങ്ങളെ താനെ പറയുന്ന ആൾക്കാരെ ധിക്കരിക്കാൻ വേണ്ടിയിട്ട് യേശു കർത്താവ് പറഞ്ഞ ഉപമയായിരുന്നു ഇത്. ഇതിൽ വരുന്ന 2 ആൾക്കാർ, ഒന്ന് പരിചനും മറ്റൊന്ന് ചുങ്കക്കാരനുമായിരുന്നു. നമ്മൾ ഈ പകുതി വായിക്കുന്ന സമയത്ത് ചുങ്കക്കാരനും പരിചനും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന സംഭവം നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നമ്മൾ ശരിക്കും ഒന്ന് വചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഈ ചുങ്കക്കാരൻ തന്നോട് തന്നെ പറഞ്ഞുകൊണ്ട വാക്കുകളായിട്ടാണ് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയെ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ശരിക്കും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നല്ല, താൻ ഒരു നീതിമാനാണ് എന്നുള്ള കാര്യം അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രകടനപ്പെടുത്തുവാനായിട്ട് പറയുന്ന വാക്കുകളായിട്ടേ നമുക്കത് കാണാൻ കഴിയത്തുള്ളൂ. പക്ഷേ മറുവശത്ത് ഈ ചുങ്കക്കാരനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ചുങ്കക്കാരൻ ദൈവത്തെ നോക്കാൻ കഴിയുന്നില്ല. അവൻ പാപിയാണെന്നുള്ള ഒരു കാര്യം അവന് മനസ്സിലാകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ മത്തേയു എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം മുതൽ 13-ാമത്തെ വചനം വരെ നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് യേശു കർത്താവ് മത്തായിനെ ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കുന്ന കാര്യങ്ങളെ നമുക്ക് നോക്കാൻ കഴിയും. അപ്പം ദൈവം വിളിക്കുന്ന സമയത്ത് അവരോട് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന സമയത്ത് അവിടെ വന്ന പരിചന്മാർ അവരെ നോക്കി പറഞ്ഞത്, എന്തിനാ നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും വിരുന്നു ഉണ്ണുന്നത് എന്നുള്ള കാര്യമാണ് അവിടെ ഈ ചുങ്കക്കാർ അവരോട് ചോദിച്ച കാര്യം. എൻ്റെ പ്രിയ സഹോദര സഹോദരികളെ, നമ്മൾ പല സമയത്തും നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി നമ്മൾ നീതിമാന്മാരാണ് എന്നുള്ളത് കാണിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത്, നമ്മൾ നോൻപിൻ്റെ കാലത്ത് നോൻപെടുക്കുന്ന സമയത്തൊക്കെയും നോൻപെടുക്കാത്ത ആൾക്കാരെ നോക്കി നമ്മളും ഇങ്ങനെ, എന്തിനാ നിങ്ങൾ നോൻപെടുക്കാത്തത് എന്നുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. എൻ്റെ പ്രിയരെ, ഈ സമയം കൂടെ നിങ്ങൾ നീതിമാന്മാരായിട്ട് നിങ്ങളെ കാണിക്കുവാൻ ചില സാഹചര്യത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് വായിച്ചു കേട്ട ലൂക്കോസിൽ യേശു കർത്താവ് പറയുന്ന ആ ഉപമയെ ഒന്നും കൂടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മെ നീതിമാന്മാരായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റായിട്ടേ നമുക്ക് കാണാൻ കഴിയും. മത്തേയു എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ യേശു കർത്താവ് പറയുന്നത്, നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനായിട്ടാണ് യേശു കർത്താവ് വന്നത് എന്നുള്ള കാര്യം യേശു കർത്താവ് അവിടെ പറയുന്നുണ്ട്. നമ്മൾ ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പ് കാണിക്കാൻ പാടില്ല. നമ്മൾ സത്യമായിട്ടും പാപികൾ എന്നുള്ളത് നമ്മൾ മനഃപൂർവ്വം ഉണർന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ വരുവാനും ദൈവത്തിനോട് ചേർന്ന് ഈ ലന്തുകാലങ്ങളിൽ പോകുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ദൈവത്തിൻ്റെ മുമ്പ് നമ്മൾ പാപികളാണ് എന്നുള്ളത് ഉണർന്ന് നമ്മൾ ജീവിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവസാനമായിട്ട് നാം പാപി എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന കാലമാണ് ഇത്, ഈ ലന്തുകാലം. അത് തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ദിനം കാത്തു പരിപാലിച്ച് കാരുണ്യമുള്ള സ്നേഹം കൊണ്ട് വഴി നടത്തുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് ഈ ദിവസം കൂടെ ദൈവമേ, ഞങ്ങൾക്ക് നിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ നോൻപിൻ്റെ സമയങ്ങളിലെല്ലാം ഞങ്ങൾ പാപികളാണ് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് വരുവാനും ദൈവമേ, നിൻ്റെ തിരുസന്നിധി മുമ്പാകെ ഞങ്ങളെ താഴ്ത്തുവാനും ഞങ്ങൾക്ക് ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മീതിയാണ സമയങ്ങളൊക്കെയും ഞങ്ങൾ ദൈവത്തിൻ്റെ കരത്തിലേ തരുന്നു. ഞങ്ങളുടെ ഇഷ്ടം പോലെയല്ല ദൈവമേ, എൻ്റെ ഇഷ്ടം പോലെ നടക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.